ജസീറ എയർവേസ് ടെർമിനൽ തുറന്നുവന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച അധികൃതർ വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് കുവൈറ്റ് DGCA അറിയിച്ചു. കൂടാതെ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ കൂടുതൽ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. സമാധാന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നീങ്ങുന്നില്ല. ഇപ്പോഴിതാ വിവിധ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുന്നത് യാത്രാ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ച്. എന്നാൽ ഇതിനിടയിൽ കുറച്ച് വ്യാജ വാർത്തകളും പ്രചരിക്കുകയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ ജസീറ എയർവേസ് ടെർമിനൽ വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കുവൈറ്റ് DGCA അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരത്തിലുള്ള വാർത്തകൾ വൻതോതിലാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകൾ ഔദ്യോഗികമല്ലെന്നും ജസീറ ടെർമിനൽ തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെന്നും അധികൃതർ പറയുന്നു. തെറ്റായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് വിശ്വസിക്കരുതെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. വിമാനത്താവള ടെർമിനലുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തുടങ്ങിയ ഏതൊരു കാര്യവും കുവൈറ്റ് സർക്കാരിന്റെ അംഗീകൃത പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമാണ് ലഭിക്കൂ. രാജ്യത്തെ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്ററും ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുന്നതിനു മുമ്പ് അവയുടെ കൃത്യത ഉറപ്പാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.